ഓ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുഭ്യോ നമഃ. അഭിവന്ദ്യരായ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സാദര പ്രണാമം. ഉത്തരരാമായണ പഠനത്തിൻ്റെ 7ാം ദിനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പഠനഭാഗം 2ാം അധ്യായത്തിൽ 391 വരി മുതലാണ്. രാവണൻ സ്വയം ബ്രഹ്മാവിനെ കണ്ട് അവകാശപ്പെടുന്നു, ഞാൻ ത്രിലോകത്തിൻ്റെ അധിപനാണ്, പക്ഷേ എനിക്ക് യാതൊരു സമാധാനവുമില്ല. എൻ്റെ അനുജനായ കുംഭകർണൻ്റെ ഈ ഉറക്കം കൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, 6 മാസം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഉണർന്നിരിക്കും, വീണ്ടും 6 മാസം ഉറങ്ങും, അങ്ങനെ ഇത് കൂടുതൽ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മറഞ്ഞു. ഇനി അതിനുശേഷം എന്താണ് മുന്നോട്ടുള്ള ഭാഗം എന്ന് നമുക്ക് നോക്കാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ലോകത്രയോപദ്രവം ചെയ്തു സന്തതം ആഖണ്ഡലാദികൾക്കാധിമുഴുത്തിതു ശങ്കാരഹിതം ദശാനനനിങ്ങനെ ലങ്കയിൽ വാഴുന്ന കാലമൊരു ദിനം. രാവണൻ തൻ്റെ തനിനിറം കാട്ടാൻ തുടങ്ങി. ലോകവാസികൾക്കെല്ലാം ഉപദ്രവം ചെയ്യുകയാണ് തൻ്റെ പ്രധാന ജോലി. അങ്ങനെ ലോകത്രയ ജേതാവായി കഴിയുന്ന നാൾ ഒരു ദിവസം ശീഘ്രം മൃഗയാ കുതൂഹലചേതസ വ്യാഘ്രാതിസേവിത ഘോരവനാന്തരേ പഞ്ചാസ്യ വിക്രമനാശു കാണായിതു സഞ്ചരിച്ചിടും മയനെ മാർഗാന്തരേ. ഒരു ദിവസം അദ്ദേഹം മൃഗയാ കുതൂഹല ചേതസ, നായാട്ടിനായിക്കൊണ്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ നായാട്ട് ചെയ്യാനായിട്ട് വനത്തിൽ സഞ്ചരിക്കുമ്പോൾ, അതും എങ്ങനെയുള്ള വനമാണെന്നാണ് പറയുന്നത്, വ്യാഘ്രാതിസേവിത ഘോരവനാന്തരേ, പുലിയും മറ്റ് ഹിംസ്ര ജന്തുക്കളും ഒക്കെ ഉള്ള ഘോരവനത്തിലാണ്. പഞ്ചാസ്യ വിക്രമൻ, പഞ്ചാസ്യം എന്ന് പറഞ്ഞാൽ പഞ്ചാസ്യം, സിംഹപരാക്രമനാണ് അദ്ദേഹം. ആ സിംഹപരാക്രമനായ ദശാനനൻ എന്ത് കണ്ടു? ആരെ കണ്ടു എന്നാണ് പറയുന്നത്? സഞ്ചരിച്ചിടും മയനെ മാർഗാന്തരേ, അസുരശില്പിയായ മയനെ കണ്ടു. തന്വങ്കിയാക്കിയ കന്യക തന്നോടും ഉന്നതനാം മയനെ കണ്ടു ചോദിച്ചാൻ. മയന്റെ കൂടെ ആരുണ്ടായിരുന്നു? സുന്ദരാംഗിയായ ഒരു തരുണീരത്നം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മയനോട് ഈ ദശാനനൻ ചോദിച്ചു, ആരായതു ഭവാൻ എന്തൊന്നു ചിന്തിച്ചു ഘോരാടവീതലം തന്നിൽ നടക്കുന്നു. ഈ ഘോരമായ വനത്തിൽ എന്തിനിങ്ങനെ, എന്ത് ചിന്തിച്ചാണ്, എന്താഗ്രഹിച്ചാണ് ഇവിടെ ഇങ്ങനെ അങ്ങ് നടക്കുന്നത്? അങ്ങ് അങ്ങരാണ് എന്ന് മയനോട് ദശാനനൻ ചോദിച്ചു.
എന്നതു കേട്ടു പറഞ്ഞാൻ അസുരനും എന്നുടെ നാമം മയനെന്നറിഞ്ഞാലും ഹേമയെന്നെന്നുടെ വല്ലഭയാമവൾ ആമോദമാർന്നമരാലേ മേവിനാൾ. അതെ, അങ്ങ് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ പേര് മയൻ എന്നാണ്. എൻ്റെ പത്നി ഹേമ എന്ന ഗന്ധർവ സ്ത്രീയായിരുന്നു. അവൾ എന്നെ ഉപേക്ഷിച്ചങ്ങ് ദേവലോകത്തേക്ക് പോയി. കന്യകയാമിവളെ എന്നുടെ പുത്രികേ വന്നിതു യൗവനാരംഭം ഇവൾക്കിപ്പോൾ. ഈ കന്യകാരത്നം എൻ്റെ പുത്രിയാണ്. അവൾക്ക് യൗവനം തുടങ്ങിക്കഴിഞ്ഞു. ആർക്കു കൊടുക്കാവതെന്നു നിരൂപിച്ചു യോഗ്യപുരുഷനെ തേടി നടക്കുന്നു. ഇവളെ യോഗ്യനായ ഒരുവന് വേളി കഴിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആ ആളിനെ തേടി നടക്കുകയാണ്. ഞാനറിഞ്ഞില്ല ഭവാനെ ആരെന്നത് സാനന്ദം എന്നോട് ചൊല്ലുകയും വേണം. അങ്ങ് ആരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങ് സ്വയം ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ നന്നായിരുന്നു എന്ന് മയൻ പറഞ്ഞു. എങ്കിലോ കേൾക്ക, ഞാൻ പൗലസ്ത്യനന്ദനൻ ലങ്കേശനാം ദശഗ്രീവൻ അറിഞ്ഞാലും. പൗലസ്ത്യ നന്ദനനാണ് ഞാൻ. വിശ്രവസിന്റെ പുത്രനാണ്. പിന്നെ ലങ്കയുടെ അധിപനുമാണ്. എൻ്റെ പേര് ദശഗ്രീവൻ എന്നാണ്. ഉടൻ തന്നെ ദശഗ്രീവൻ തന്റെ ആഗ്രഹവും പറയാതിരുന്നില്ല. കന്യക തന്നെ എനിക്കു നൽകിയിടണം, എന്നാൽ ഭവാനും അതീവ സൗഖ്യം വരും. ഈ കന്യകയെ എനിക്ക് തരണം അങ്ങ്. അങ്ങനെയുണ്ടായാൽ അങ്ങേക്കും അതുകൊണ്ട് വളരെ വളരെ പ്രയോജനമുണ്ടാകും. ആഭിജാത്യാദി ഗുണങ്ങളുണ്ടെന്നോർത്ത് ശോഭനമായ മുഹൂർത്തേ മയൻ തഥാ തുഷ്ടി കലർന്നു കൊടുത്താൻ അവൻ അതിദുഷ്ടനായുള്ളവനേതുമറിയാതെ. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് വിചാരിച്ച് ഇവൻ്റെ ഈ കുലമഹിമയും ഒക്കെ മനസ്സിലാക്കി പിന്നെ ഇവൻ്റെ ഈ ദുഷ്ടപ്രവൃത്തി ഒന്നും അറിയാതെ മയൻ തൻ്റെ പുത്രിയെ ശുഭമുഹൂർത്തത്തിൽ രാവണന് വേളി കഴിച്ചു കൊടുത്തു. സ്ത്രീധനവും കൊടുത്താൻ വിശേഷിച്ചതിമോദാൽ ഒരു വേലുമാശു നൽകിയിടിനാൻ. ധാരാളം സ്ത്രീധനവും കൊടുത്തു. ഇത് അപ്പൊ ഇന്നത്തെ മാത്രമല്ല ചടങ്ങ്. അന്ന് ഒരു വ്യത്യാസങ്ങളുണ്ടായിരുന്നുള്ളൂ. അന്ന് സന്തോഷത്തോടു കൂടി തങ്ങളുടെ പക്കൽ എന്താണുള്ളത് എന്ന് വെച്ചാൽ അത് പുത്രിക്ക് കൊടുക്കുമായിരുന്നു വേളി സമയത്ത്. ഇന്ന് നേരത്തെ ചോദിച്ചു വാങ്ങും. അതനുസരിച്ചുള്ള സെറ്റപ്പൊക്കെ ആയിരിക്കും ചെയ്യുക. അത്രേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം കൂടെ അദ്ദേഹം ചെയ്തു. മയൻ അതിവിശിഷ്ടമായ ഒരു വേൽ കൊടുത്തു. ഈ വേൽ കൊണ്ടാണ് പലരെയും ഇദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത്. രാമരാവണ യുദ്ധത്തിൽ ലക്ഷ്മണനെ മയക്കിയതും ഈ വേൽ തന്നെയായിരുന്നു.
വൈരോചനാസുരദൗഹിത്രി തന്നെയും വീരനാം കുംഭകർണൻ വിവാഹം ചെയ്തു. വൈരോചനൻ എന്ന അസുരന്റെ ദൗഹിത്രി പൗത്രി കൊച്ചുമകൾ, അവളുടെ പേര് വൃത്രജ്വല എന്നായിരുന്നു. അവളെ കുംഭകർണൻ വെളിയഴിച്ചു. ശൈലൂഷനാക്കിയ ഗന്ധർവപുത്രിയാം നീലവിലോചനയായ സരമയെ പാണിഗ്രഹണവും ചെയ്തു വിഭീഷണൻ. സരമ എന്ന ഗന്ധർവപുത്രിയെ വിഭീഷണൻ കല്യാണം കഴിച്ചു. സരമയെപ്പറ്റി നമുക്കറിയാം. സീതാദേവിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത വ്യക്തിയാണ് സരമ. ആ സമയത്ത് ലങ്കയിൽ കൊണ്ടുവച്ച സമയത്ത് വാണിടിനാർ സുഖത്തോടവർ മൂവരും. അങ്ങനെ 3 പേരും കുടുംബജീവിതത്തിലേക്ക് കടന്നു. പിന്നെ വിദ്യുജ്ജുഹ്വനാശു നൽകിയിടിനാൻ തന്നുടെ സോദരി തന്നെ ദശാസ്യനും. തന്നുടെ സോദരിയായ ശൂർപ്പണഖയെ അനുരൂപനായ ഒരുവന് കല്യാണം ചെയ്തു കൊടുത്തു. അവന്റെ പേരാണ് വിദ്യുജ്ജിഹ്വൻ. വന്നിതു രാക്ഷസ വംശ സൗഖ്യം തുലോം അന്നു മണ്ടോദരി പെറ്റാളൊരു സുതം. അങ്ങനെ 4 പേരും അതിസൗഖ്യത്തോടെ കുടുംബജീവിതം നയിച്ച് വരികയായിരുന്നു. രാവണന്റെ പത്നിയുടെ പേര് മുകളിൽ പറഞ്ഞില്ല, പക്ഷെ ഇപ്പൊ പറയുന്നു മണ്ടോദരി പെറ്റാളൊരു സുതം. രാവണപത്നിയുടെ പേരാണ് മണ്ടോദരി. അപ്പോ അവളൊരു മകനെ, ഒരു പുത്രനെ പ്രസവിച്ചു. മേഘനാദം പോലെ രോദനം ചെയ്കയാൽ മേഘനിനാദനെന്നിട്ടിതു നാമവും. പിറന്നപ്പോൾ തന്നെ മേഘഗർജനം പോലെ അട്ടഹസിച്ചുകൊണ്ടാണ് അവൻ വന്നത്. അപ്പൊ തന്നെ അവൻ എന്തെന്നാ പേര് കൊടുത്തു? മേഘനിനാദൻ, അതായത് മേഘനാഥൻ. പുത്രമിത്രാർത്ഥ കളത്ര ഭൃത്യാമാത്യവൃദ്ധിയോടും തത്ര ലങ്കാനഗരിയിൽ വാണിടിനാൻ ദശവക്രന്ദിനം പ്രതി വാനവരെ പീഡിപ്പിച്ചു മാതിശഠൻ. മഹാഅഹങ്കാരിയായ ഈ രാവണൻ പുത്രമിത്രാർത്ഥ കളത്ര ഭൃത്യാമാത്യ, പുത്രന്മാരോടും, പുത്രന്മാരെന്നോട് പറഞ്ഞെങ്കിലും പുത്രനും പുത്രിയും ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ. പിന്നെ മിത്രാർത്ഥ, മിത്രങ്ങള്, അർത്ഥം ധനം, കളത്രം ഭാര്യ, ഭൃത്യൻ സേവകന്മാര്, അമാത്യന്മാര്, മന്ത്രികള്, അങ്ങനെ സന്തോഷവൃദ്ധിയോട്, വളരെ അഭിവൃദ്ധിയോടുകൂടി അങ്ങനെ ലങ്കാനഗരിയിൽ വാണിടിനാൻ. പിന്നെ പ്രധാന തൊഴിൽ എന്താണ്? ദിനം പ്രതി വാനവരെ പീഡിപ്പിച്ചു മതിശഠൻ. ദേവന്മാരെ ഉപദ്രവിക്കുകയാണ് പ്രധാന തൊഴിൽ. പിന്നെ ഈ ദേവന്മാർക്ക് യജ്ഞമൊക്കെ നടത്തുന്ന മുനിമാരെയും സന്യാസിമാരെയും മറ്റ് സജ്ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കുക എന്നുള്ളത് അത് സൈഡ് ബിസിനസ്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് സുഖമായിട്ട് അവിടെ ലങ്കയിൽ കഴിയുകയാണ്. പങ്ക്തിമുഖനുടെ ദുശ്ചരിതങ്ങൾ കേട്ടന്തർമനസി ചിന്തിച്ചു ധനേശനും. ഈ രാവണന്റെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് ജ്യേഷ്ഠനായ വൈശ്രവണനും കേൾക്കാനിടയായി. അദ്ദേഹം ആകെ ഒന്ന് ചിന്താക്കുഴപ്പത്തിലായി. തൻ്റെ അനുജൻ ഇങ്ങനെ ചെയ്യുന്നത്, ഈ ദുഷ്പ്രവൃത്തി ചെയ്യുന്നത്, തനിക്കുള്ളവർ എന്തെങ്കിലും അല്ലെങ്കിൽ തനിക്കുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുക, അതൊക്കെ പ്രത്യേകിച്ചും ഒരു വിഷമ സ്ഥിതിയിലേക്ക് നയിക്കുന്നതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ ഒരു ദുഃഖമുണ്ടായി.
നല്ലത് ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടതു നല്ലതു നിർണയം. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചതിന് ശേഷം ഒന്ന് തീരുമാനിച്ചുറച്ചു. അങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ ഒന്ന് ഉപദേശിക്കണം. കാരണം നമുക്കുള്ളവനാണല്ലോ. അതുകൊണ്ട് എന്നു കൽപ്പിച്ചൊരു ദൂതനെ വിട്ടിതു, ചെന്നു നീ ചൊല്ലേണമെന്നുടെ വാക്കുകൾ എന്ന് കരുതി അദ്ദേഹം ഒരു ദൂതനെ പറഞ്ഞ് ലങ്കയിലേക്ക് വിട്ടു. അപ്രകാരങ്ങളെല്ലാം നിജദൂതനോടെ പേരും അപ്പോൾ പറഞ്ഞയച്ചിടിനാൻ. എന്തൊക്കെയാണ് പറയണമെന്നുള്ള കാര്യമൊക്കെ ആ ദൂതനോട് അദ്ദേഹം പറഞ്ഞയച്ചു. ചെന്നു ലങ്കാപുരി ബുക്കിതു ദൂതനും വന്നു വിഭീഷണൻ സൽക്കരിച്ചേടിനാൻ. ആ ദൂതൻ ലങ്കയിലെത്തി. എവിടെ നിന്നാ വന്നതെന്ന് മനസ്സിലായി, ആരുടെ ദൂതനാണെന്നും മനസ്സിലായി. ഉടൻ തന്നെ വിഭീഷണൻ തൻ്റെ ജ്യേഷ്ഠന്റെ ദൂതൻ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ ദൂതനെ സൽക്കരിച്ചു. അങ്ങനെ പിന്നെ ദശമുഖനെ ചെന്നു കണ്ടിതു, ചൊന്നാൻ അവനും ഇരിക്കുന്നു സാദരം. പിന്നെ ദശമുഖനെ പോയി കണ്ടു. ആ വിഭീഷണന്റെ സൽക്കാരങ്ങളൊക്കെ പരിഗ്രഹിച്ചതിന് ശേഷം ദൂതൻ രാവണനെ പോയി കണ്ടു. രാവണൻ എന്ന് പറയാറായിട്ടില്ല, മുമ്പ് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് രാവണൻ എന്ന പേര് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോ ദശമുഖനെ കണ്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അവന് ഇരിക്കാൻ ഇരിപ്പിടമൊക്കെ കൊടുത്തു. ആസനവും കൊടുത്താശു പൂജിച്ചളവാസീന ദൂതനപ്പോൾ പറഞ്ഞിടിനാൻ. ഇരിപ്പിടമൊക്കെ കൊടുത്തതിന് ശേഷം ദൂതൻ അതിലിരുന്നു. ആസീന ദൂതൻ അതിലിരുന്നതിന് ശേഷം ദൂതൻ ഇപ്രകാരം പറഞ്ഞു: രാക്ഷസരാജ ജയ ജയ സന്തതം. രാക്ഷസരാജനായിരിക്കുന്ന ഹേ ദശാനന പ്രഭോ, അങ്ങ് ജയിക്കട്ടെ 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 എപ്പോഴും. ദാക്ഷിണ്യശീല പ്രഭോ ഗുണവാരിധേ. ദയാദാക്ഷിണ്യം നിറഞ്ഞിരിക്കുന്നവനെ, സദ്ഗുണസമ്പന്നനെ. അഗ്രജൻ തന്നുടെ സന്ദേശവാക്കുകൾ സദ്ഗുണരാശേ ചെവി തന്നു കേട്ടാലും. അങ്ങയുടെ ജ്യേഷ്ഠൻ പറഞ്ഞിരിക്കുന്ന ആ സന്ദേശങ്ങൾ അങ്ങ് ശ്രദ്ധിച്ച് കേട്ടാലും. സദ്ഗുണരാശേ, സദ്ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്നവനാണ് ആര്? രാവണൻ. അതല്ലെങ്കിൽ ശരി, അങ്ങനെയല്ല സംബോധന ചെയ്യാൻ പറ്റുമോ? ഉഗ്രമായി ചെയ്ത തപസിൻ ഫലങ്ങളുമൊക്കെ ക്ഷയിച്ചു പോം ഭോഗങ്ങളാലിട്ടോ. ത്രിലോകത്തിൽ ഇത്ര ഉഗ്ര തപസ് ചെയ്തിട്ടുള്ളവർ ആരുമില്ല. ഇങ്ങനെ നേടിയ പുണ്യങ്ങളൊക്കെ ക്ഷയിച്ചു പോകും. എപ്പോൾ? ഭോഗങ്ങളാൽ. ഭോഗങ്ങൾ ആഗ്രഹിച്ച് ഇങ്ങനെ ദുഷ്പ്രവൃത്തി ചെയ്താൽ. മുന്നം പലരും തപോബലം കൈക്കൊണ്ടു ദുർനയം പൂണ്ടു ലോകോപദ്രവം ചെയ്താർ. പണ്ടും പലരും ഇങ്ങനെ തപസ് ചെയ്ത് വരസിദ്ധികളൊക്കെ ലഭിച്ചു. അവർ പിന്നീട് ഉപദ്രവകാരികളായി മാറി. അവർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളും അങ്ങേക്ക് അറിയാവുന്നതാണ്. ചെന്നവരും നരകം ഭുജിച്ചിടിനാർ. ചെന്നിടുമോ ചിരകാലമായുസ്സടോ. അവരൊക്കെ നരകത്തിലേക്കാണ് പോയത്. ആയുസ് എന്നും നിലനിൽക്കുന്നതല്ല, ചിരകാലം നിലനിൽക്കുന്നതല്ല ആയുസ്. ദേഹധനാദികൾ നിത്യമെന്നോർക്കുന്ന ദേഹികൾ എത്രയും മൂഢന്മാർ നിർണയം. ഈ ശരീരവും ധനവും മറ്റ്
ലൗകിക വസ്തുക്കളും നിത്യമാണ്, എന്നും അനുഭവിക്കാം, എന്ന് നിലനിൽക്കുന്നതാണെന്ന് കരുതുന്നവൻ മൂഢനാണ്. യൗവനം കൊണ്ടും വരബലം കൊണ്ടും നീ സർവജനങ്ങളെ പീഡിപ്പിച്ചാലുടൻ വന്നിടുമാപത്തുമായുർവിനാശവും നന്നായി നിരൂപിച്ചുകൊള്ളുക നീ മനസ്സേ. ദശമുഖപ്രഭോ, ഇങ്ങനെ യൗവന ദർപ്പിതനായിട്ട് അങ്ങ് ചെയ്യുന്ന ഈ പരപീഡനമുണ്ടല്ലോ, അതിൻ്റെ ഫലം ആപത്താണ്. പിന്നെ ആയുർവിനാശവും, പെട്ടെന്ന് ജീവൻ പോകുന്നതിനിടയാവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങ് നന്നായിട്ട് ചിന്തിക്കുക അതിനെപ്പറ്റി. വൃന്ദാരകന്മാരെ ദ്വേഷിച്ചതും ബലാൽ നന്ദനോദ്യാനമഴിച്ചതും കേട്ടു ഞാൻ. ദേവന്മാരെ എപ്പോഴും ഉപദ്രവിക്കുന്നു, ദേവന്മാരുടെ ഉദ്യാനമൊക്കെ നശിപ്പിക്കുന്നു. അവർക്ക് എങ്ങനെ ഏത് രീതിയിൽ അവർക്ക് ഉപദ്രവം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി ഞാൻ അറിയാനിടയായി. എത്രയും കാശ്മലൻ വൈശ്രവണാനുജൻ ഉത്തമനല്ല ദശാനനൊട്ടുമേ. ഈ വൈശ്രവണന്റെ അനുജൻ ദശാനനൻ ഒരു കാശ്മലനാണെന്ന് കേൾക്കുന്നത് നല്ലതല്ല കുഞ്ഞേ. നാട്ടാരിവണ്ണം പറയുന്ന വാക്കുകൾ ഇങ്ങനെ ആരാണ് പറയുന്നത്? നാട്ടാരിങ്ങനെ പറയുന്നുണ്ട്. കേട്ടാൽ എനിക്ക് പൊറുക്കരുതൊട്ടുമേ. ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്, അത് കേൾക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കുഞ്ഞെ. ധർമ്മസ്ഥിതി പിഴയാതെ ശുഭങ്ങളാം കർമ്മങ്ങളും ചെയ്തിരുന്നു കൊള്ളണമേ. അതുകൊണ്ട് അങ്ങ് ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ ഉള്ള കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ. പങ്ക്തിമുഖനെ വധിച്ചുകൊള്ളുവാനുടൻ എന്തു കഴിവെന്നു തങ്ങളിൽ മന്ത്രം തുടങ്ങിനാർ ദേവമുനീന്ദ്രന്മാർ. ശരിയാണ്, സർവർക്കും ഉപദ്രവകാരികളായി വരുന്ന ആൾക്കാരെ അവർക്ക് അതിനൊരു അന്തം വരുത്തണമെന്ന് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. ദേവന്മാരും മുനിമാരും ഒക്കെ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ചിന്തിച്ചു കൊള്ളുക നീയുമിതൊക്കവേ. അതുകൊണ്ട് അങ്ങ് ഒരു പുനർവിചിന്തനം ചെയ്യണം. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്, ജ്യേഷ്ഠൻ്റെ ഉപദേശമല്ല, ഒരു അപേക്ഷയാണ്. ഞാനിങ്ങ് ശങ്കര സഖ്യവും പ്രാപിച്ചു ദീനങ്ങൾ തീർത്തിരിക്കുന്നതറിയ നീ. ഞാനിവിടെ ഭഗവാൻ പരമേശ്വരനെ സേവിച്ചുകൊണ്ട് എൻ്റെ കഷ്ടതകളൊക്കെ മാറ്റി സുഖമായിട്ട് കഴിയുകയാണ്. എന്നിവണ്ണം ദൂതവാക്യങ്ങൾ കേട്ടുടൻ തന്നുടെ കൈഞ്ഞെരിച്ചട്ടഹാസം ചെയ്തു ചൊന്നാൻ പരിഹാസപൂർവകമെത്രയും. ഇത് കേട്ടപ്പോൾ ഉള്ളിൽ ആ പതഞ്ഞു പൊങ്ങിയ കോപം കൊണ്ട് കൈയൊക്കെ ഒന്ന് ഞെരിച്ച് എന്താ പറയുന്നത്, രൗദ്രമായിട്ട് അട്ടഹസിച്ചു. എന്നിട്ട് പറയുകയാണ്, നന്നഗ്രജൻ ചൊന്നതു കേവലം താൻ എത്രയും ധനവാൻ ഗുണവാനെന്നും. നന്നായി എൻ്റെ ജ്യേഷ്ഠൻ പറയുകയാണ്, ഉപദേശം കൊണ്ടുവന്നിരിക്കുന്നു. അയാൾ വലിയൊരു ധനവാൻ,
സദ്ഗുണസമ്പന്നൻ. ഞാനതികശ്മലൻ ദുഷ്ടനെന്നും വിയ. ഞാനോ മഹാദുഷ്ടൻ, കശ്മലൻ. ചൊന്നതുപന്നമില്ലൊരു സംശയം, തന്നുട നന്മ കൊണ്ടോ പൊറുക്കാമല്ലോ. ഇങ്ങനെ പറഞ്ഞത് ഒട്ടും സ്വീകാര്യമല്ല, യോജിച്ചതല്ല. അങ്ങേക്ക് ഒരുപാട് നന്മയൊക്കെ ഉണ്ട്, അത് അങ്ങേരുടെ കയ്യിലിരുന്നോട്ടെ. ആശാപതിത്വവും ഗുഹ്യകേശത്വവും ഈശസഖിത്വം നിധീശത്വവും തഥാ കിന്നരേശത്വവും യക്ഷാധിപത്യവും പുണ്യജനത്വവും മറ്റുമീ വണ്ണവും നാനാപ്രഭുത്വങ്ങളുള്ളവ ചിന്തിച്ചു മാനിച്ചു തന്നെ മറ്റുള്ളോരെ നിന്ദിച്ചു. ഇവിടെ രാവണന്റെ ചിന്താഗതി പോയിരിക്കുന്നത് കണ്ടില്ലേ? കുബേരന്റെ യോഗ്യതകളൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെ ഒരുപാട് യോഗ്യതകൾ ഉള്ളത് കൊണ്ട് മറ്റുള്ളവരെ അങ്ങ് നിന്ദിക്കാമെന്ന് പറയുന്നത് നല്ലതല്ല. അദ്ദേഹത്തിന്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്? യോഗ്യതകളുടെ പട്ടികയാണ് പറഞ്ഞിരിക്കുന്നത്. ആശാപതിത്വം, ആശ എന്ന് പറഞ്ഞാൽ ദിക്ക്, ദിക്പാലത്വം, ഗുഹ്യകേശത്വം, ഗുഹ്യന്മാരുടെയും ഗന്ധർവന്മാരുടെയും ഒക്കെ അധിപതിയാണല്ലോ അദ്ദേഹം. പിന്നെ ഈശ സഖിത്വം, പരമേശ്വരന്റെ സഖിത്വമുണ്ട് അദ്ദേഹത്തോട്. വളരെ അദ്ദേഹത്തിന്റെ സേവകനായിട്ട് ഇങ്ങനെ കഴിയുകയാണ്. നിധീശത്വം, കുബേരനാണ്, പണത്തിന്റെ അധിപനാണ്. പിന്നെ കിന്നരേശത്വം, മുമ്പ് ഞാൻ പറഞ്ഞു, കിന്നര, യക്ഷ, ഗുഹ്യക, ഗന്ധർവ, ഇവരുടെ എല്ലാം കൂടെ ഒരു ജോയിന്റ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അധിപതിയാണ് ഈ കുബേരൻ. പുണ്യജനത്വവും, മഹാ പുണ്യവാനാണ്, ദേവന്മാരോടൊക്കെ അടുത്ത് നിൽക്കുന്നവനാണ്. മറ്റും ഈ വണ്ണവും നാനാപ്രഭുത്വവും പ്രഭുത്വങ്ങളുള്ളവ ചിന്തിച്ച്, അങ്ങനെ എല്ലാ രീതിയിലും ഒരു മഹാപ്രഭുവാണ് കുബേരൻ. അതുകൊണ്ട് മറ്റുള്ളവരെ നിന്ദിക്കുന്നത് ശരിയല്ല എന്നാണ് രാവണൻ ചിന്തിച്ചത്. അല്ലാതെ താൻ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളൊന്നും ശരിയല്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. താൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് 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 എന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുന്നവരെ തിരുത്താൻ ആർക്കും സാധ്യമല്ല. അവരുടെ ആ ദുഷ്പ്രവൃത്തിയിൽ വീണ്ടും 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 അങ്ങോട്ട് അധികം ആഴത്തിലേക്ക് പോയിട്ട് അവരുടെ നാശത്തിന് കാരണമാകുന്നു. അത് നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. കോട്ടയിൽ ഉൾപ്പൊക്കിരുന്നു കൊള്ളുന്നതും കാട്ടിക്കൊടുക്കുന്നതുണ്ടു ഞാൻ വൈകാതെ. മഹാപ്രഭുവായ കുബേരൻ ലങ്കാനഗരം ഉപേക്ഷിച്ചു പോയി, അളകാപുരിയിൽ പോയി രാവണനെ പേടിച്ച് കഴിയുകയാണെന്നാണ് രാവണന്റെ ഉള്ളിൽ തോന്നുന്നത്. അതായത് തന്നെ പേടിച്ച് ആണ് ലങ്കാനഗരം വിട്ടത്. അല്ലാതെ സത്യത്തിൽ വിശ്രവസ് മഹർഷി പറഞ്ഞതുകൊണ്ടാണല്ലോ ലങ്കാനഗരം ഉപേക്ഷിച്ചു പോയത്. അപ്പോൾ ആ ഒരു ചിന്ത രാവണന്റെ മനസ്സിലുണ്ട്. അപ്പം അതാണ് പറഞ്ഞത്, കോട്ടയിൽ ഉൾപ്പൊക്കിരുന്ന് കൊള്ളുന്നതും, പേടിച്ചോടി കോട്ടയ്ക്കകത്ത് ഇരിക്കുകയാണ്. അതെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജ്യേഷ്ഠനായാലും ശരി, ആരായാലും ശരി, ഒരു ഉപദേശം കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ക്രോധേന വാളുമെടുത്തു ദശാനനൻ ദൂതനെ വെട്ടി നുറുക്കിയിട്ടിടിനാൻ. തൻ്റെ കോപം പ്രകടിപ്പിക്കാൻ മുമ്പിൽ കണ്ട ആ ദൂതനെ ഉടൻ തന്നെ ചന്ദ്രഹാസൂറയിൽ നൂരി വെട്ടി നുറുക്കിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? ദൂതനെ വധിക്കരുത്, വധിച്ചാൽ അത് പാപമാണ്, കൊടും പാപമാണ്. ദൂതനെ കൊന്നത് മൂലം ഇനി ഒരു ദൂതനാൽ വന്നിടും ആപത്തു നിർണയം. ഇങ്ങനെ ഒരു ദൂതനെ വധിച്ചതുകൊണ്ട്
ഒരു ദൂതനാലാണ് ആപത്ത് വരാൻ പോകുന്നത് രാവണൻ. അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രാമദൂതനായ ഹനുമാനാലാണ് ആപത്ത് രാവണൻ എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കി. മുമ്പിനാൽ അഗ്രജൻ തന്നെ ജയിക്കണം, ഉമ്പരെ പിന്നെ ജയിക്കാം ഇതെന്നുടൻ വമ്പടയോടും പുറപ്പെട്ടിതന്നേരം വൻപനായിടും ദശാസ്യൻ മഹാബലൻ. എന്തായാലും ഞാൻ ദേവന്മാരെ ജയിക്കാം ആദ്യം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാനിരുന്നതാ ദേവലോകത്തേക്ക്. ഇനി ആദ്യം എൻ്റെ ജ്യേഷ്ഠനെ തന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നും പറഞ്ഞിട്ട് പടയൊക്കെ സജ്ജമാക്കി അങ്ങനെ പോകാൻ നേരം ഭൃഗ്വാദികൾക്കു ദാനങ്ങളുടൻ ചെയ്തു ദിഗ്ജയമായ മുഹൂർത്തവും ഓർത്തുടൻ ദേവതാ പ്രീതിയും ചെയ്തു സന്നദ്ധനായി ദേവതാരാതി മഹാരഥമേറിനാൻ. ഭൃഗുമുനി മുതലായ മുനിമാർക്കൊക്കെ ദാനങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ദേവതാപ്രീതി വരുത്തി. കാര്യം ഇതൊക്കെയാണെങ്കിലും കാര്യസാധ്യതനായി ദേവപൂജയും ഹോമങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് അദ്ദേഹം. പിന്നെ മുഹൂർത്തം നോക്കി ദിഗ്ജയത്തിനുള്ള, ലോകങ്ങളെയൊക്കെ ജയിക്കാനുള്ള ഒരു മുഹൂർത്തമുണ്ട്, ദിഗ്ജയം. ആ മുഹൂർത്തമൊക്കെ നോക്കിയാണ് അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠനെ തോൽപ്പിക്കാനായിട്ട് സന്നദ്ധനായി ദേവതാരാധി എന്ന് പറഞ്ഞ ദേവന്മാരുടെ ശത്രു ആയ ആ ദശാനനൻ തൻ്റെ അത്യധികം ആഡംബരപൂർവം അലങ്കരിക്കപ്പെട്ട ആ മഹാരഥത്തിലേക്ക് കയറി ഉത്തരദിക്കു നോക്കി പ്രഥമം മഹാപ്രസ്ഥാനവും ദശവക്ത്രൻ തുടങ്ങിനാൻ. വടക്കേ ദിക്കിലുള്ള അളകാപുരി ലക്ഷ്യമാക്കി അദ്ദേഹം തൻ്റെ മഹായാത്ര, മഹാപ്രസ്ഥാനം ആരംഭിച്ചു. ഇനിയിപ്പം അവിടെ എത്തുന്നതിന് അല്പം സമയമെടുക്കും. നമ്മൾക്ക് ഇന്നത്തെ പഠനം ഇവിടെ സമ്പൂർണ്ണമാക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊള്ളുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.